ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളും അടിപൊളി മീഷോ കിച്ചൺ പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ചോള ഭട്ടൂരിയും ചന മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളക്കടല ഒരു കപ്പ് വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഭട്ടൂരക്കുള്ള മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ തന്നെ വരുന്ന ഒരു ചോപ്പറാണ് കേട്ടോ. അതിൽ മാവ് കുഴക്കാനുള്ളതും ചോപ്പ് ചെയ്യാനുള്ളതും ഗ്രേറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ ആ ഒരു മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ ഞാൻ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് റവ ആദ്യം ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ആ റവ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ റവയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് മൈദ, പിന്നെ ഒരു അര കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇനിയിപ്പോൾ ഇത് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ, പച്ചവെള്ളം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിക്കണ്. പാത്രത്തിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂണ് ഓയിലാക്കി കൊടുത്തിട്ട് അതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ ഞാനൊരു നനഞ്ഞ തുണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിക്കണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കായ, 3 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വലിയുള്ളി ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. വലിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളിൻ്റെ ആ ഒരു പച്ചച്ചോയൊക്കെ മാറി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതിലേക്ക് കടല ചേർക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ വെന്തുടയണം കേട്ടോ കടല. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം കറിയൊക്കെ നല്ലോണം തിളച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഒരു 1/2 വലിയുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തതും ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂണ് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ കറി റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ഭട്ടൂരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ നമ്മളെ പത്തിരി പ്രസ്സിൽ അമർത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പത്തിരി പലകയിൽ വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഭട്ടൂരിയും ചന മസാലയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉള്ളിയും തൈരും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി എടുത്തേക്കണം കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭട്ടൂര കിട്ടുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയും ഈ ഒരു തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അടിപൊളി 3 കിച്ചൺ പ്രൊഡക്ട്സ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഓയിൽ കണ്ടെയ്നറാണ് കേട്ടോ. ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റൊന്നും അല്ലെങ്കിലും ഇതിൽ പ്രാണിയോ അങ്ങനെ ഉറുമ്പോ കാര്യങ്ങളൊന്നും കയറണില്ല കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രിൻറ്റ് ഒരു 4 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ സെറാമിക് ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്താലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ട്. പിന്നെ ഈ ഒരു 2 ജാറാണ്. ഇനി നമുക്ക് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ പഞ്ചസാര, ചായപ്പൊടി കുറച്ചധികം ക്വാണ്ടിറ്റി കൊള്ളും ചെയ്യും കേട്ടോ. പിന്നെ പുളിങ്ങ അങ്ങനെയൊക്കെ ഇട്ട് വെക്കുക. ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒരു സെറ്റായിട്ട് അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്പൂൺ റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പ്രിൻറ്റിൽ. പിന്നെ ഉള്ളത് ഈ ഒരു ടീ കോഫി ഷുഗർ കണ്ടെയ്നറാണ്. ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആണ്. ഇതുപോലെ വുഡൻ ലിഡാണ് കേട്ടോ വരുന്നത്.
ഇതും നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടെയ്നർ മെറ്റലാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു റേറ്റും ഉള്ളൂ. ഞാനിതിൻ്റെ ലിങ്കൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു സെറ്റായിട്ട് തോന്നും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്പൂൺ റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കപ്പ്, സോസർ, അതുപോലെ ഈ ഒരു പ്രിൻറ്റിൽ അങ്ങനെ പല ടൈപ്പ് പ്രൊഡക്ട്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നല്ല ക്യൂട്ടാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. 3 പ്രൊഡക്ട്സും നല്ല ഫിനിഷിങ്ങിലായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇത് അന്ന് വൈകുന്നേരം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ, ചീസ് ബോംബ്. അപ്പോൾ അത് ശരിക്കും കുനാഫ ഡോ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ നല്ല തിന്നായിട്ടുള്ള സേമിയ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചില സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഒരു ഡെസേർട്ടാണ് കേട്ടത്. അപ്പോൾ ഇതാ ഞാനത് ബട്ടറിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്തുകണ്. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്തുകണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പിസ്താഷ്യോ ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രീം ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ അത് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തുകണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് എടുത്തുകണ്. പിന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീം, മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് വാനില എസൻസ്. അപ്പോൾ ഈ ഒരു ക്രീമിന് വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ ക്രീം റെഡി ആവും കേട്ടോ. പക്ഷേ വിപ്പിംഗ് ക്രീമിൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് അതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ ക്രീം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ അത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ ടേസ്റ്റും വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് തന്നെയാണ്. അപ്പോൾ അതാ ഞാനത് തിക്കാക്കിയിട്ട് എടുത്തുകണേ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുത്തിക്കണേ. അതിൻ്റെ മുകൾക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സേമിയത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് വെച്ചെടുത്തുക്കണേ. അതിൻ്റെ മുകൾക്കാണ് ഈ ഒരു ക്രീം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതാ അതിൻ്റെ മുകൾക്ക് വീണ്ടും ആ ഒരു സേമിയത്തിൻ്റെ മിക്സ് വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഞാനൊരു പാത്രത്തേക്ക് ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തുക്കണം കേട്ടോ. അതിൻ്റെ മുകൾക്ക് ഇപ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഡയറി മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കൂടിയിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന് എടുക്കുന്ന ചോക്ലേറ്റ് അടിപൊളിയായിരിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു പിസ്താഷ്യോ ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെ കളറും ഈ ഒരു പിസ്തൻ്റെ കളറും വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പിസ്താഷ്യോ ക്രീമും ചോക്ലേറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്വീറ്റ് റെഡിയായി. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഈ കുനാഫ ഡോയും ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് കുറച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ മതി. അല്ല കുനാഫ ഡോ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.